ഹായ് ഓൾ, എല്ലാവർക്കും പ്രെപ്സ്കെയിലിന്റെ യൂട്യൂബ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന ടോപ്പിക് ക്വസ്റ്റ്യൻസിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സ്ഥിരമായിട്ട് എക്സാമുകളിൽ ചോദിക്കുന്ന, അതായത് ഏത് ലെവൽ എക്സാം ആണെങ്കിലും ആ ഒരു എക്സാമുകളിൽ ചോദിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും. അപ്പൊ എപ്പോഴും എല്ലാവർക്കും ഡൗട്ട് ഉള്ളത് ഈ പറയുന്ന ചെയർമാന്റെ യോഗ്യതകൾ, അതുപോലെ അംഗങ്ങൾ ആരൊക്കെയാവും എന്നൊക്കെ ഉള്ളത് എപ്പോഴും ഡൗട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചു പോവാണ് ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും നമ്മൾ സോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടെ പറഞ്ഞു പോകുമ്പോഴത്തേക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കവർ ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് കവർ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ചോദ്യം. അപ്പൊ ഞാൻ ആൻസർ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളൊന്ന് ആൻസർ മനസ്സിൽ കാണാൻ വേണ്ടിയിട്ട് നോക്കുക, എന്നിട്ട് അത് ശരിയാണോ എന്ന് ഒത്തു നോക്കുക. ഓക്കെ, ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ് ചോദിച്ചിരിക്കുന്നത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസ്സാക്കുന്നത്. അപ്പം എന്താണ് ഈ മനുഷ്യാവകാശ നിയമം അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് നോക്കാം. ഭരണഘടന ഉറപ്പു നൽകുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും ഇന്ത്യയിലെ കോടതികൾ നടപ്പിലാക്കുന്നതുമായ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങളായി നിർവചിക്കുന്നത്. അതായത് ഒരു മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ ഉൾപ്പെടുന്നത്, ഈ മനുഷ്യാവകാശ നിയമത്തിൽ ഉൾപ്പെടുന്നത്. ഒരു തരത്തിൽ ലംഘിക്കപ്പെടാൻ പാടില്ലാത്തത്. അപ്പൊ അങ്ങനെ കുറച്ച് അവകാശങ്ങൾ നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. എന്നാൽ ഇവിടെ എന്താണ്, അന്താരാഷ്ട്ര ഉടമ്പടികളിൽ കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അവകാശങ്ങളാണ് ഈ മനുഷ്യാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയത് ഇന്ത്യയിൽ എന്നുകൂടെ നമുക്ക് നോക്കാം. 1948 ഡിസംബർ 10 യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭ എന്ത് ചെയ്യുന്നത്, സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് പാസ്സാക്കുന്നത്. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, ഇത് അല്ലെങ്കിൽ അതിന് മലയാളമാണ് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം, ഇത് പാസ്സാക്കുന്നത്. അപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഓരോ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ നിയമം പാസ്സാക്കുന്നതും ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത്, മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപീകരിക്കുന്നതും. അപ്പൊ ഈ ഡിസംബർ 10 നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ ഡിസംബർ 10 കേട്ടോ. ഇപ്പൊ എന്താണ് പാരീസ് പ്രിൻസിപ്പിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1948 ഡിസംബർ 10 എന്ത് ചെയ്യുന്നത്, ഐക്യരാഷ്ട്ര സംഘടന മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് നടപ്പാക്കാനുള്ള ഇത്തരത്തിലുള്ള സംഘടനകളെ കുറിച്ച്, മനുഷ്യാവകാശ സംഘടനകളെ കുറിച്ച് പറയുന്നത് എവിടെയാണ്, ഈ 1991 പാരീസ് പ്രിൻസിപ്പിൾസിലാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നത് എന്നാണെന്ന് കൃത്യമായി പഠിക്കണം. അത് 1948 ഡിസംബർ 10 ഈ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ചു തുടങ്ങുന്നത് 1950 മുതലും ആണ്. അപ്പോ ആദ്യം പഠിച്ച കാര്യം മറന്നുപോയിട്ടില്ലല്ലോ. നമ്മുടെ ഇന്ത്യയിൽ മനുഷ്യാവകാശ നിയമം പാസ്സാക്കുന്ന എപ്പോഴാണ്, 1993. ഇനി ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എന്തേ ചോദിച്ചിട്ടുള്ളൂ, ഇയർ മാത്രം നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ എന്താണ്, ഡേറ്റ് അടക്കം എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാവും. 1993 സെപ്റ്റംബർ 28 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. എപ്പോഴാണ്, 1993 ആണെന്നുള്ള കാര്യം ഓൾറെഡി നമുക്കറിയാം. സെപ്റ്റംബർ 28 എപ്പോഴാണ്, സെപ്റ്റംബർ 28 എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലെ മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമുക്കിവിടെ മനസ്സിലായി 1993 സെപ്റ്റംബർ 28 എന്ത് ചെയ്തത്, മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത്. ഉറപ്പായിട്ടും നിയമം വന്നിട്ടായിരിക്കല്ലോ അതിന്റെ കമ്മീഷൻ രൂപീകൃതമായിട്ടുണ്ടാവുക ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും
1995 സെപ്റ്റംബർ 15 92 എല്ലാം നമുക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ 93 മുൻപാണല്ലോ. പിന്നെ വരുന്നത് നമുക്ക് ഏതാണ് ആൻസർ ഇതിൽ വരിക? 1993 ഒക്ടോബർ 12, അതായത് സെപ്റ്റംബർ 28. അത് കഴിഞ്ഞ് അടുത്ത മാസം അല്ലെ, സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നു. 1993 സെപ്റ്റംബർ 28 എന്താണ്? മനുഷ്യാവകാശ നിയമമാണ്. അത് കഴിഞ്ഞ് 1993 തൊട്ടടുത്ത മാസം ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നു? കമ്മീഷൻ നിലവിൽ വരുന്നു. ഇനി ഈ പിന്നെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അതായത് പാർലമെന്റ് പാസ്സാക്കിയ നിയമം വഴി രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പ്രത്യേകത എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടും കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുമ്പോൾ പിന്നീട് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമം വഴി എന്ത് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നിയമസഭകൾ പാസ്സാക്കുന്ന നിയമം വഴി എന്ത് ചെയ്യുന്നതാണ്? രൂപീകരിക്കപ്പെടുന്നതാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതെന്തല്ല? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴാണ്? 93 നിയമം വന്നു അല്ലെ? സെപ്റ്റംബർ 28 കമ്മീഷൻ രൂപീകൃതമാവുന്നത് എപ്പോഴാണ്? 1993 ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നു? കമ്മീഷൻ രൂപീകൃതമാവുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ് എന്നാണ് പറയുന്നത്. ഭരണഘടനാ സ്ഥാപനം അല്ല എന്ന് നമുക്ക് ഇപ്പൊ അറിയാലോ, നമ്മൾ ഇപ്പൊ പറഞ്ഞുള്ളൂ അല്ലെ? കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു വകുപ്പാണോ? അല്ല, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അടുത്ത ചോദ്യം നോക്കിയാലോ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതിന് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അപ്പോൾ ഇത് നമുക്ക് അറിയില്ല, നമുക്ക് ഗസ് ചെയ്യാനും പറ്റും, അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും. കാരണം ഒരുവിധപ്പെട്ട ഇത്തരത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും ഭരണഘടനാതര സ്ഥാപനങ്ങളുടെ ഒക്കെ ആസ്ഥാനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി അടുത്തത്, സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ സ്ഥാപനത്തിന്റെ ആസ്ഥാനം ഇപ്പൊ വേറെ എന്തോ ആണ്. മുൻപ് എന്തായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ആയിരുന്നു എന്നാണ്. അപ്പം ഏതിന്റെ? നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണല്ലോ പഠിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ആദ്യം എവിടെയായിരുന്നു? സർദാർ പട്ടേൽ ഭവൻ ആയിരുന്നു. എന്തായിരുന്നു? ന്യൂഡൽഹിയിലെ സർദാർ പട്ടേൽ ഭവനായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ എവിടെയാണ്? മാനവ് അധികാർ ഭവനാണ്. ഇപ്പൊ മാനവ് അധികാർ ഭവനാണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമാണ് സർവ ഭവന്തു സുഖിന. സർവ ഭവന്തു സുഖിന. പിന്നെ ഈ മനുഷ്യാവകാശ നിയമം നമ്മൾ പറഞ്ഞു 1993 വന്നത്. അത് 2006 2019 ചേഞ്ച് ചെയ്യുന്നുണ്ട്. 2019 ഈ പറഞ്ഞ ചെയർമാന്റെ ക്വാളിഫിക്കേഷനിൽ ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ അംഗങ്ങളുടെ എണ്ണത്തിലൊക്കെ മാറ്റമൊക്കെ വരുന്നുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി. എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്തത്, താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1993 അപ്പൊ നമ്മളോട് ശരിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ശരി എന്ന് ഇവിടെ ടിക്കിടാം. 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അത് ശരിയല്ലേ? ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കുമാണോ? നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ,
3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് എന്നുള്ളത്. അപ്പൊ 2 ആൻസർ ഓപ്ഷനിൽ വരില്ലല്ലോ. എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞു ശരി കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പം 2 വരുന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം അല്ലെ. ഇവയെല്ലാം എന്ന് പറയുമ്പോൾ 2 അതിൽ ഉൾപ്പെടുമല്ലോ. അപ്പൊ അതും നമുക്ക് ഒഴിവാക്കാം. 1 എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരണം. അപ്പൊ 2 എണ്ണത്തിലും എന്താണ്? 1 ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് എന്തായാലും വായിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലല്ലേ? ആണ്, നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ ഏത് ആൻസർ വരിക? സി ആണ് ആൻസർ വരിക. ഇപ്പൊ 3 പോയിന്റ്സ് നമ്മളിവിടെ പഠിക്കുന്ന എന്താണ്? നമുക്ക് മനസ്സിലായി 1993 ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി. പിന്നെയോ നമ്മൾ എന്താ പഠിച്ചത്? ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. മുൻപ് സർദാർ പട്ടേൽ ഭവനായിരുന്നു, ഇപ്പൊ എന്താണ്? മാനവ് അധികാർ ഭവനാണ്. അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുവിധപ്പെട്ട നമ്മളെല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങള്, ഭരണഘടനാ ഇതര സ്ഥാപനങ്ങള്, ഒരുവിധപ്പെട്ട എല്ലാം നിയമിക്കുന്ന ആര് തന്നെയാണ്? രാഷ്ട്രപതിയാണ്. റിമൂവ് ചെയ്യുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അപ്പൊ ആൻസർ എന്ത് തന്നെയാണ്? രാഷ്ട്രപതിയാണ് ചെയർമാനെയും അംഗങ്ങളെയും റിമൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? നീക്കം ചെയ്യുന്ന രാഷ്ട്രപതിയാണെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്ന ആര് തന്നെയായിരിക്കും? രാഷ്ട്രപതി തന്നെയായിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? അപ്പൊ ആദ്യം ആരാണ് നിയമിക്കുന്നത്? റിമൂവ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയാണ്. അപ്പൊ രാജിക്കത്ത് നൽകേണ്ടതും ആർക്ക് തന്നെ? രാഷ്ട്രപതിക്ക് തന്നെയാണ് രാജിക്കത്ത് നൽകേണ്ടത്. റിമൂവ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? അവർ അധികാരത്ത് നീക്കം ചെയ്യാണ്. മറ്റേതെന്താണ്? ഇപ്പം രാജിക്കത്ത് നൽകുക എന്ന് പറയുമ്പോൾ എന്താണ്? അവർ സ്വമേധയാ എന്ത് ചെയ്യാണ്? പിരിഞ്ഞു പോവുകയാണ്. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അതുപോലെ തന്നെ ചെയർമാനും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. 3ഉം ഒരാൾ തന്നെയാണ്. പക്ഷേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലോട്ട് വരുമ്പോൾ ചേഞ്ച് വരും കേട്ടോ. അപ്പൊ അത് ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ നമുക്ക് പറയാം. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും ഒക്കെ ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അല്ലെങ്കിൽ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതും റിമൂവ് ചെയ്യുന്നതും. രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. പക്ഷെ പ്രസിഡന്റ് ഇഷ്ടമുള്ള ആൾ നിയമിക്കുകയാണോ? അല്ല. അതായത് ഏതോ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്നാളെ നിയമിക്കണം എന്നുള്ള ശുപാർശ പ്രസിഡന്റിന് നൽകുന്നത്. പ്രസിഡന്റ് എന്ത് ചെയ്യും? എന്നിട്ട് ആ ശുപാർശയ്ക്ക് അനുസരിച്ചിട്ടുള്ള ആളെ ചെയർമാനായിട്ടും അംഗങ്ങളായിട്ടും എന്ത് ചെയ്യും? നിയമിക്കും. അപ്പൊ ഏതോ ഒരു കമ്മിറ്റി ഉണ്ട്. അപ്പൊ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ ഇവിടെ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ്. അപ്പൊ കമ്മിറ്റി പറയുമ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതിന് അധ്യക്ഷത വഹിക്കുന്ന ഒരാളുണ്ട്. അയാളെയാണ് ചെയർമാൻ എന്ന് വിളിക്കുന്നത്. അത് ആരാണ്? അത് പ്രധാനമന്ത്രിയാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി ചെയർമാൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ പ്രധാനമന്ത്രി എന്താണ്? അംഗം തന്നെയാണ്. പിന്നെ അടുത്ത ആള് പ്രധാനമന്ത്രി കഴിഞ്ഞ പിന്നെ അടുത്ത സ്ട്രോങ് ആയുള്ള ആഭ്യന്തരമന്ത്രി ഉണ്ട്. ലോകസഭാ സ്പീക്കർ ഉണ്ട്. ലോകസഭാ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയിൽ പക്ഷെ ചെയർമാൻ അല്ല. കാരണം രാജ്യസഭയിൽ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ട് ഇവിടെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. പിന്നെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. ഇത്രയും പേര് ചേർന്ന ഒരു കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. ഇവരെ എന്ത് ചെയ്യുന്നു? പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ പ്രധാനമന്ത്രി ഒരു കമ്മിറ്റിയിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളാണല്ലേ. അപ്പൊ അദ്ദേഹം തന്നെയായിരിക്കും ഉറപ്പായിട്ടും അധ്യക്ഷൻ. അത് തന്നെയാണ് ഇത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പിന്നെ നമുക്ക് ആദ്യം ലോകസഭ പറയാം. ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയാണെങ്കിലോ ഡെപ്യൂട്ടി ചെയർമാന്, അതുപോലെ തന്നെ രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഇത്രയാണ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ മനസ്സിലായില്ലേ എങ്ങനെയാണ്? ഏതൊരു ടോപ്പിക്കും പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും നോക്കിയിരിക്കണം. അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതായത്
പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അതുമായിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രത്യേകത, എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച അതേപോലെ തന്നെ ആയിരിക്കില്ല ചോദിക്കുക. ചോദ്യത്തിന്റെ സ്ട്രക്ചറിനും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇപ്പൊ 44-ാം ഭേദഗതി ഏത് വർഷമായിരുന്നു, അല്ലെങ്കിൽ ആമുഖത്തിൽ 42-ാം ഭേദഗതിയുടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മൗലികാവകാശമായ ഭേദഗതി ഏത്, ഇതൊക്കെ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഇപ്പൊ നിയമത്തിന് മുന്നിൽ തുല്യ സമത്വം പറയുന്ന ആർട്ടിക്കിൾ, ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് നമ്മൾ അനലൈസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് നമ്മുടെ ലോജിക് ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പ്രാക്ടീസ് നമുക്ക് എങ്ങനെ കിട്ടുള്ളൂ, അത് പഠിച്ചത് കൊണ്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടില്ല. അത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല, മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. അങ്ങനെ തന്നെ നമുക്ക് എന്തുള്ളൂ, ഒരു ടോപ്പിക് തറാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലായി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ കുറച്ച് എക്സ് ഒഫിഷ്യോ അംഗങ്ങളുണ്ട്. എന്തുണ്ട്? കുറച്ച് എക്സ് ഒഫിഷ്യോ അംഗങ്ങളുണ്ട്. അപ്പൊ ആ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ പെടാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം ആരൊക്കെയാണ് ഈ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ. അതായത് ഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് അംഗങ്ങളുണ്ട്, ചെയർമാന് പ്ലസ് ഒരു 5 അംഗങ്ങളുണ്ട്, അതാണ് ഒഫീഷ്യൽ അംഗങ്ങൾ. ഒഫീഷ്യൽ അല്ലാത്ത കുറച്ച് അംഗങ്ങളുണ്ട്, അതാരൊക്കെയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സണ്, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സണ്, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാതെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ എടുക്കാൻ പറ്റും. അതായത് ഒരുവിധപ്പെട്ട ബാക്കി എല്ലാ കമ്മീഷന്റെ ചെയർപേഴ്സൺമാർ എവിടെ അംഗങ്ങളാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ, പിന്നാക്ക കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ. അപ്പൊ ഇതിൽ ഏതാ ആൻസർ വരിക? നമ്മൾ പറഞ്ഞു അല്ലെ, ഇതില് പെടാത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ അംഗമല്ലാത്തത് കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രിയാണ്. ബാക്കി ഇതാ നോക്കിക്കേ, വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഒക്കെ എന്താണ്? അംഗങ്ങൾ ആണ്, എക്സ് ഒഫിഷ്യോ അംഗങ്ങളാണ്, അനൌദ്യോഗിക അംഗങ്ങൾ. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന അല്ലെ, നമുക്കിവിടെ ടിക്കിടാം. കമ്മീഷനിൽ 5 അംഗങ്ങൾ ആണുള്ളത്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരു അംഗമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എത്ര അംഗങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അപ്പൊ അത് പറയാം. ചെയർമാൻ പ്ലസ് 5 സ്ഥിരാംഗങ്ങൾ, അങ്ങനെ ടോട്ടൽ 6. അതായത് ചെയർമാൻ ഉൾപ്പെടെയാണ് അംഗങ്ങളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 6 എന്ന് പറയുന്നത്. അപ്പൊ ചെയർമാന് പ്ലസ് 5 സ്ഥിരാംഗങ്ങൾ. അപ്പൊ നോക്കിക്കേ, കമ്മീഷനിൽ 5 അംഗങ്ങളാണ് എന്ന് പറയുന്നത് ശരിയല്ലേ? ഇവിടെ ചെയർമാന്റെ കാര്യം ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ 5 അംഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ശരിയാണ്. സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, സുപ്രീം കോടതിയിലെ ഒരു മുൻ ജഡ്ജി അംഗമാണോ എന്നുള്ള കാര്യം. അപ്പം അംഗങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുക. അതായത് അംഗങ്ങൾക്ക് എന്തൊക്കെ യോഗ്യതകൾ എന്ന് വേണം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, സുപ്രീം കോടതി റിട്ടയർഡ് ഓർ സെർവിംഗ് ജഡ്ജി, റിട്ടയർഡ് ഓർ സെർവിംഗ് ജഡ്ജി എന്ന് പറയും. സുപ്രീം കോടതിയിലുള്ള നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ഒരു ജഡ്ജി എന്താണ്? അംഗം ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അപ്പൊ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ്, ശരിയാണ്. ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി മറ്റൊരംഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നോക്കിക്കേ, ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ആണെന്ന്. നിലവിലെ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്തായിട്ടുള്ളത്? അംഗമായിട്ടുള്ളത്. അപ്പൊ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി അല്ല, മുൻ ചീഫ് ജസ്റ്റിസ് ആണ്. മുൻ ചീഫ് ജസ്റ്റിസ് കൊടുക്കണം. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശരി ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ട് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള ഉചിതമായ, അപ്പം നിങ്ങൾക്ക് ആ ഒരു അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ 2-3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻസിന്റെ കൂടെയും നമ്മൾ ഈ എന്ത് ചെയ്യും, ഈ
ഇവരുടെ ക്വാളിഫിക്കേഷൻ, അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ആരൊക്കെയാണ് അംഗങ്ങളാണെന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലിയർ ആവും. അതുകൊണ്ട് അത് ക്ലിയർ ആയില്ല എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ഒരു 1-2 ക്വസ്റ്റ്യൻസും കൂടെ പറയുമ്പോഴത്തേക്ക് റെഡി ആവും. ഇവിടെ നോക്കിക്കേ, അതായത് ആ ഒരു എപ്പോഴും PSC ഒരു പിന്നെ ബാക്കിയൊക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നല്ല പെട്ടെന്ന് ടപ്പടപ്പഴയെന്ന് ആൻസർ എഴുതാൻ പറ്റും പഠിച്ചു കഴിഞ്ഞാൽ. പക്ഷെ എപ്പോഴും കൺഫ്യൂഷൻ ആവുകയും നമുക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഏരിയ ആണ്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഈ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടാണ്. എണ്ണവും നമുക്ക് ഓക്കെയാണ്, ചെയർമാൻ പ്ലസ് 5 അംഗങ്ങളാണ്, പിന്നെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളുമാണ്, അത് സീനില്ല. ഈ ഒരു പിന്നെ ക്വാളിഫിക്കേഷന് അല്ലെങ്കിൽ ആരാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അത് ക്വസ്റ്റ്യൻസിലൂടെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെ കുറിച്ചുള്ള പ്രസ്താവന, ശരിയായ പ്രസ്താവന തന്നെയാണ്. അത് ഉചിതം എന്ന് പറയുമ്പോൾ എന്താണ്, ശരിയാണ് വരുന്നത് അല്ലെ. അത് ആൻസറിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ എന്നാണ് പറയുന്നത്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. അപ്പൊ ഞാൻ ഇവിടെ എന്താ പറഞ്ഞത് നിങ്ങളുടെ ഇതാ, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ആയിട്ടുള്ളതോ നിലവിലുള്ളതോ വിരമിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ആളാണ് എന്തെന്ന് പറയുന്നത്, ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു ഡൗട്ടായി, കാരണം സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ചെയർമാൻ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി എന്ന്, റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജി ആവാം. അപ്പൊ ശരിക്കും ഇത് എന്താന്ന് വെച്ചാൽ മുൻപ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ചെയർമാൻ എന്നുള്ളത് തന്നെയായിരുന്നു ക്വാളിഫിക്കേഷൻ. പിന്നീട് 2019 എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. മുന്നുണ്ടല്ലേ, ഇവിടെ ഞാൻ ശ്രദ്ധിച്ചില്ല, ഇതാ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ. അപ്പൊ ഇവിടെ റിട്ടയർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ ഇത് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് വേണം ഇവിടെ എടുക്കാൻ. അപ്പൊ നമുക്ക് തൽക്കാലം ഇത് ഇവിടെ വെക്കാം. മുൻ സുപ്രീം കോടതി ജഡ്ജി ഓർ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായിട്ട് വരുന്നു. അത് ശരിയാണ്. നോക്കിക്കേ, ഇവിടെ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ഓർ സെർവിംഗ് ജഡ്ജി, നിലവിലോ വിരമിച്ചതോ ആയ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ ഇതെന്താണ്, ശരിയാണ്. മുൻ രണ്ടാമത്തെ ശരി. ഇനി മൂന്നാമത്തത്, മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. അല്ല, മുൻ ഹൈക്കോടതി, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് റോളൊന്നും ഇല്ല എന്ന് എപ്പോഴും ഓർത്തു വെക്കുക. അവിടെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങൾ മനസ്സിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഒഴിവാവും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്, അവിടെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ കാര്യമാണ് പറയുക. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസേ അംഗമാവുള്ളൂ, എന്ത് വരില്ല, ഹൈക്കോടതിയിലെ ജഡ്ജി വരില്ല. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിൽ പ്രശ്നമുണ്ട്. പ്രശ്നം വരാനുള്ള കാരണം ഇത് PSC ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ എന്താ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് 2019 ചേഞ്ചിന് മുൻപുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കാരണം 2019 മുമ്പ് എന്തെന്നെയായിരുന്നു, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു എന്നായിരുന്നു എന്തുണ്ടായിരുന്നത്, ക്ലോസ് ഉണ്ടായിരുന്നത്. പക്ഷെ 2019 ശേഷം അത് എന്താക്കി, 3 പേരെന്നാക്കി. അതിന്റെ കൂടെ ആ 3 പേരിൽ ഒരാൾ വനിതയുമായിരിക്കണം എന്ന് കൊടുത്തു. അപ്പൊ അങ്ങനെ പ്രകാരം എന്താണ്, ഇത് തെറ്റാണ് അല്ലെ, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ഇതിൽ നമുക്ക് ആൻസർ എടുക്കാനില്ല. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യം ആഡ് ചെയ്യണോ വേണ്ടേ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആയി പോവോ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം PSC ഇതിന്റെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2019 അവർ ഉദ്ദേശിച്ചത് 2019 മുമ്പുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ അവർ അതിനനുസരിച്ചിട്ട് എടുക്കുമ്പോൾ, അതായത് 2019 മുൻപുള്ള കാര്യങ്ങൾ വെച്ച് എടുക്കുമ്പോൾ എന്താണ്, ഇതിൽ ആൻസർ ഉണ്ട്. പക്ഷെ നമ്മൾ നിലവിലുള്ള കാര്യങ്ങൾ വെച്ച് പറയുമ്പോൾ എന്തില്ല, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഒന്നും കൂടെ നമുക്ക് ഈ ഒരു നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടെ പറയാം. അപ്പം ചെയർമാൻ പ്ലസ് എത്രയാണ്, 5 സ്ഥിരാംഗങ്ങളാണല്ലോ, അതിലൊരു ഡൗട്ടും ഇല്ലല്ലോ. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുണ്ട്, അവരുടെ കാര്യം നമ്മൾ നോക്കുകയേ വേണ്ടേ. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ചെയർമാന്റെ 2019 ഭേദഗതിക്ക് ശേഷമുള്ള നിലവിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗങ്ങളുടെ, ചെയർമാന്റെയും അംഗങ്ങളുടെയും ക്വാളിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ചെയർമാന് എന്തായിരിക്കണം, മുൻപ് എന്തായിരുന്നു, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്നായിരുന്നു. അത് മാറ്റിയിട്ടാണ് എന്താക്കിയത്, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസിനും ജഡ്ജിക്കും എന്ത് ചെയ്യാം,
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിക്കാൻ പറ്റും. അപ്പം സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിന്, റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് എങ്ങനെ കിട്ടിയില്ലെങ്കിൽ ജഡ്ജിനെയും കമന്റ് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി ബാക്കി നമ്മൾ ഓരോ, ഇതിപ്പോ ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഓരോ 5 അംഗങ്ങൾ വേണമല്ലോ, ഇതൊരംഗം, രണ്ടാമത്തെ അംഗം, പിന്നെയോ 5 അംഗങ്ങളാ, 3 പേര് ഇവിടെയും വരുന്നു. അപ്പൊ എന്തായി, ടോട്ടൽ 5 അംഗങ്ങളായല്ലോ. അപ്പൊ ബാക്കിയുള്ള ഓരോ അംഗങ്ങൾ ആരൊക്കെ ആയിരിക്കണം? ഒരംഗം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിങ് ആയിട്ടുള്ള ജഡ്ജി. സുപ്രീം കോടതിയിലെ റിട്ടയർഡോ, റിട്ടയർഡ് എന്ന് വെച്ചാൽ വിരമിച്ചതോ, മുൻ, അതാണ് ഇവർ ആ ക്വസ്റ്റ്യനിൽ കണ്ടോ, വിരമിച്ചതെന്നല്ല, അവർ മുൻ എന്നാണ്. അതാണ് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോവുക. മുൻ എന്ന് പറയുമ്പോൾ എന്താണ്, വിരമിച്ചിട്ടുള്ള, അതായത് റിട്ടയർഡ്. അപ്പൊ റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിങ്, നിലവിലുള്ളതോ ആയിട്ടുള്ള ഒരു ജഡ്ജി എന്താണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമാണ്. ഇനി അടുത്ത ആൾ ആരായിരിക്കണം? നിലവിലെയോ വിരമിച്ചതോ ആയ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നമുക്ക് സംസ്ഥാനത്തൊക്കെ എന്തുണ്ട്, ഹൈക്കോടതികളുണ്ട്, അവിടെ ചീഫ് ജസ്റ്റിസുമാരുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും, ആര് വേണമെങ്കിലും ആവാം. അപ്പൊ നിലവിലുള്ളതോ, നിലവിലെ ആവാം, അല്ലെങ്കിൽ അതായത് അവർ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ഒരു ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇത് വീണ്ടും പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും, പക്ഷെ ഇത് എക്സാമുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇതിന്റെ ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന്. അത്രയും കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അപ്പം അതുകൊണ്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസേ വരുള്ളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആകുമ്പോൾ അവിടെ എന്തേ വരുള്ളൂ, ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസേ വരുള്ളൂ, ജഡ്ജി വരില്ല. പിന്നെ ഇത് എളുപ്പമാണ്, എന്താണ്, മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവുള്ള 3 പേര്, അതിലൊരാൾ വനിതയായിരിക്കണം. 2019 മുമ്പ് എന്തായിരുന്നു, അതായത് ഞാൻ പറഞ്ഞ ഈ ഒരു ക്ലോസ് എന്താണ്, ശരിയാണ്, 2 പേര് അംഗങ്ങളായിട്ട് വരണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് 2019 മുമ്പ് അതിലൊരാൾ വനിതയായിരിക്കണം എന്നൊന്നുള്ള ക്ലോസ് ഇല്ല. 2019 ഭേദഗതിക്ക് ശേഷമാണ് ഇങ്ങനൊരു കാര്യം വന്നത്. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയവർ 3 പേരാണ്, അതിലൊരാൾ വനിതയായിരിക്കണം. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? അപ്പൊ നമുക്ക് തെറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ പാർലമെന്റിന്റെ നിയമപ്രകാരമാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് NHRCയെ നിയമിക്കുന്നത്. ശരിയാണ്, നമ്മൾ പറഞ്ഞു 1993 പാർലമെന്റ് പാസ്സാക്കിയ നിയമം വഴിയാണ് എന്ത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഒന്ന് തെറ്റാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഒന്ന് ആൻസർ ഓപ്ഷനിൽ വരണോ? വരണ്ട. അടുത്തത്, ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്താനുള്ള ഉത്തരവാദിത്തം കമ്മീഷനാണ്. അപ്പൊ നമ്മൾ ആലോചിക്കും, എന്ത് ബോധവൽക്കരണം? എല്ലാ ബോധവൽക്കരണവും വരുമോ? അല്ല, ഇത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണത്തെ കുറിച്ച് തന്നെ ആയിരിക്കണം പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഒരു NHRC എക്സ് ഒഫീഷ്യോ അംഗമല്ലേ? ആണ്, നമ്മൾ പഠിച്ചു. ഇന്ത്യൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച്, അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി 4 മാത്രമാണ് എന്നുള്ളത്. കാരണം ഇനി വേറെ ബാക്കിയില്ലല്ലോ. ഇന്ത്യൻ ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ച് രാഷ്ട്രപതിയാണ് NHRC അങ്ങനെ നിയമിക്കുന്നത്. അതാണ്, അത് ഭാഗികമായി ശരിയാണ് അല്ലെ, ആ ഒരു സ്റ്റേറ്റ്മെന്റ്. എന്താ, രാഷ്ട്രപതി തന്നെയാണ് നിയമിക്കുന്നത്. പക്ഷെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ച് നിയമിക്കുന്നതാണോ നമ്മൾ പഠിച്ചത്? അല്ല അല്ലെ. ഒരു കമ്മിറ്റി ഉണ്ട് അല്ലെ, അതായത് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്, സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലെ ആ കമ്മിറ്റി കൊടുക്കുന്ന ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. പ്രധാനമന്ത്രി, പിന്നെയോ നമ്മുടെ ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന, തെറ്റ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. ചില കേസുകളിൽ കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഇല്ല. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിനെ ഈ പറയുന്ന അന്വേഷണം നടത്തുക എന്നുള്ളതും അല്ലെങ്കിൽ ശുപാർശകൾ എന്ത് ചെയ്യാം ഇതിന് പരിഹാരമായിട്ട് എന്നുള്ള രീതിയിൽ ശുപാർശകൾ നൽകാൻ വേണ്ടി മാത്രമുള്ള ഒരു അധികാരമാണുള്ളത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ശിക്ഷാ നടപടികളൊന്നും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അവകാശമുണ്ട് എന്നാ പറഞ്ഞത്, ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ഇല്ല. അപ്പൊ എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? തെറ്റാണ്. കേസുകളിൽ ശിക്ഷാ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ, ഇപ്പം ശുപാർശയാണ്, നിങ്ങൾ മലയാളം പഠിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ കേസുകളിൽ ശിക്ഷാ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള അവകാശം മാത്രമേ കമ്മീഷൻ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ശരിയാണ്, ശുപാർശ മാത്രമേ ചെയ്യാൻ പറ്റൂ. മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ
പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാനുള്ള അവകാശമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, സ്യൂ മോട്ടോ എന്ന് പറയും. അതായത് നമ്മുടെ സ്വമേധയ എന്ത് ചെയ്യാം, അന്വേഷണം നടത്താൻ പറ്റും. ആർക്ക്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നടത്തും. സ്വമേധയ എന്ത് ചെയ്യാം, ഇവർക്ക് പരാതി ഇല്ലാതെ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. അപ്പൊ ഇവിടെ നമ്മളോട് തെറ്റാണ് ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കമ്മീഷന് പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത്. അപ്പൊ ഇവിടെ തെറ്റായത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ളത്. 1ഉം 3ഉം. അപ്പം ഇവിടെ എന്ന് പറയുന്നത് അതായത് മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാൻ അവകാശമുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ്? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എന്താണ് ഈ പറയുന്ന സ്വമേധയാ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ 1ഉം 3ഉമാണ് എന്ത് തെറ്റായിട്ടുള്ളത്. ഇതിൽ ക്ലാരിറ്റി കുറവൊന്നും ഇല്ലല്ലോ, ഞാൻ ഇടയ്ക്ക് എന്ത് കൺഫ്യൂഷൻ ആക്കിയോ? മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസെടുക്കാൻ അവകാശമുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ല, പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, പിന്നെ എന്താണ്, സ്വമേധയ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ 1ഉം 3ഉം എന്താണ്? തെറ്റാണ്. വളരെ ട്രിക്കിയാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എത്ര തന്നെ വായിച്ചാലും പഠിച്ചാലൊക്കെ നമുക്ക് തന്നെ ചിലപ്പോൾ ചില സമയത്ത് പിന്നെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മലയാളത്തിലോട്ട് മാറ്റുമ്പോഴുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, വായിക്കണം. എസ്പെഷ്യലി ഇതൊന്നും മാത്രമല്ല, ഞാൻ പറഞ്ഞേ 1 വേർഡ് ചോദിക്കുന്നൊന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഭയങ്കര ട്രിക്കി ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓരോ വാക്കുകളും പെറുക്കി വളരെ ശ്രദ്ധിക്കും. കാരണം ടെക്നിക്കൽ ആണല്ലോ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഓരോ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ പറഞ്ഞ സെർവിങ്, നമ്മൾ പറഞ്ഞു റിട്ടേർഡ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് വേണം സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ. എന്നാലോ നമുക്ക് ഈ പറഞ്ഞ കുറെയൊക്കെ നമ്മുടെ ഈ മാത്സ് ഇംഗ്ലീഷ് പോലെയൊക്കെ നമുക്ക് മാർക്ക് സ്കോർ, ഹിസ്റ്ററി ജോഗ്രഫിനേക്കാളൊക്കെ കുറച്ചും കൂടെ ആ കാര്യങ്ങൾ വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് പോവാതെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് എന്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ പറഞ്ഞു എന്തൊക്കെയാണ് ഈ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ശിക്ഷാ നടപടികൾ ശുപാർശ ചെയ്യുന്നതിനുള്ള അധികാരം മാത്രമാണ് ആർക്കുള്ളത്? മനുഷ്യാവകാശ കമ്മീഷനുള്ളത്. പിന്നെ അന്വേഷണം നടത്തുന്ന സമയത്ത് ഒരു സിവിൽ കോടതിയുടെ അധികാരം ആർക്കുണ്ട്? മനുഷ്യാവകാശ കമ്മീഷന് ഉണ്ട്. അതുപോലെ തന്നെ ഈ നിയമത്തില് മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കണം. ഇത്തരത്തില് മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കോടതികൾ സ്ഥാപിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്വമേധയാ കേസെടുക്കാൻ നമ്മൾ പറഞ്ഞു. നഷ്ടപരിഹാരവും ശിക്ഷാ നടപടികളും ശുപാർശ ചെയ്യാൻ മാത്രമേ, അല്ലെങ്കിൽ ശുപാർശ ചെയ്യാൻ മാത്രമേ ആർക്ക് സാധിക്കുള്ളൂ? മനുഷ്യാവകാശ കമ്മീഷന് സാധിക്കുള്ളൂ. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, പ്രധാനമായിട്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെക്രട്ടറി ജനറൽ ആണ്. അതിൽ ഫസ്റ്റ് സെക്രട്ടറി ജനറൽ RV പിള്ളയായിരുന്നു. നിലവിൽ അത് ഭരത് ലാലാണ്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ ആർക്ക് സമർപ്പിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുന്നത്. വാർഷിക റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിനെ സമർപ്പിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും മറ്റ് പദവികളൊന്നും തന്നെ എന്ത് ചെയ്യില്ല, വഹിക്കാൻ വേണ്ടിയിട്ട് ഇവർ അർഹരല്ല എന്നുള്ളതാണ്. അംഗങ്ങളെ എന്ത് ചെയ്യാം? വീണ്ടും നിയമിക്കാനും സാധിക്കും. ഇനി അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ശരി, കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. ശരിയാണ്, ഒന്ന് ശരിയാണ്, നമുക്ക് മനസ്സിലായി. ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. 1ഉം 2ഉം ശരിയാണോ നമുക്ക് മനസ്സിലായി. 1 വരാത്തത് നമുക്ക് ഒഴിവാക്കാം, 2 വരാത്തതും ഒഴിവാക്കാം. ഇനി കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ ചെയ്യാം. ശുപാർശ ചെയ്യാനാണ് ഇവർക്ക് സാധിക്കുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്?
ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ എന്ന് പറയുന്നത്. ഇതിൽ മലയാളിയായിട്ടുള്ള ഏക ചെയർമാനാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഒരു ക്വസ്റ്റ്യനും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആളുകളുടെ എണ്ണം പഠിക്കാം. ആളുകൾ ആരൊക്കെയായിരുന്നു പഠിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റിസ് രംഗനാഥ മിശ്രനെ നമുക്കറിയാം, അദ്ദേഹം അല്ല നമുക്കറിയാം അല്ലെ. അപ്പൊ രാജേന്ദ്ര ബാബുണ്ട്, MN വെങ്കിടാചലി ഉണ്ട്, ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് ഭട്ടനായിക് ഉണ്ട്. അപ്പൊ ഇവരെയൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഈ മൂന്നിൽ ആരോ ഒരാളാണ് നമുക്ക് ഡൗട്ട് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ആൾക്കാരെ നമുക്കങ്ങ് പഠിച്ചേക്കാം. അപ്പം ആദ്യത്തത് ആരാണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണെന്ന് അറിയാം. രണ്ടാമത്തത് ആരാണ്, MN വെങ്കിടാചല്യ. അത് ഓപ്ഷനിൽ ഉണ്ടോ, ഉണ്ട്. അപ്പൊ ഇദ്ദേഹം അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് JS വർമ്മ, AS ആനന്ദ്, S രാജേന്ദ്ര ബാബു. രാജേന്ദ്ര ബാബു അല്ലേ കൊടുത്തിരിക്കുന്നത്, അപ്പൊ ഇദ്ദേഹവുമല്ല. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ് ഇതില്, ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് ഭട്നായിക് ആണ്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരൊന്ന് പഠിച്ചാലോ. അപ്പൊ ആദ്യത്തത് ആരാണ്, രംഗനാഥ മിശ്ര. ഒന്നാമത്തത് രംഗനാഥ മിശ്ര, രണ്ടാമത്തത് MN വെങ്കിടാചല്യ, മൂന്നാമത്തത് JS വർമ്മ, നാലാമത്തെ AS ആനന്ദ്, അഞ്ചാമത്തത് S രാജേന്ദ്ര ബാബു, 6 KG ബാലകൃഷ്ണൻ, മലയാളിയായിട്ടുള്ള ഏക മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് HL ദത്ത്. പിന്നെ എട്ടാമത്തത് അരുൺ കുമാർ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചത്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, കമ്മീഷനിലെ അംഗങ്ങൾ പറഞ്ഞു അല്ലെ, ചെയർമാൻ പ്ലസ് 5 സ്ഥിരാംഗങ്ങൾ 7 ഒഫീഷ്യൽ അംഗങ്ങൾ ചേർന്നതാണ്. മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയിട്ടുള്ളത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, 1993 സെപ്റ്റംബർ 28-നാണ്. പിന്നെയോ 1993 സെപ്റ്റംബർ അടുത്ത മാസം ഒക്ടോബർ 12-നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് എപ്പോഴാണ്, 1948 ഡിസംബർ 10. 1950 മുതൽ ഡിസംബർ 10 നമ്മൾ എന്ത് ചെയ്യുന്നു, മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിച്ച് വരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ജനറൽ ആയിട്ടുള്ള, അതായത് രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, റിമൂവ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ ചെയർമാനാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് പ്രസിഡന്റ് എന്ത് ചെയ്യുന്നത്, ഈ ആളുകളൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത്. കാലാവധി എത്രയാണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് ഏതാണോ ആദ്യം അത് അങ്ങനെയാണ് കേട്ടോ. അല്ലാണ്ട് 3 വർഷം 70 വയസ്സും കൂടെ കംപ്ലീറ്റ് ആവണം എന്നല്ല, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നുള്ളതാണ്. പിന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളെ എണ്ണൊക്കെ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രനാണ്. ബാക്കിയുള്ള ആളുകൾ നമ്മൾ പറഞ്ഞു. മലയാളിയായിട്ടുള്ള ചെയർമാൻ എന്ന് പറയുന്നത് KG ബാലകൃഷ്ണനാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എടുത്തു പറഞ്ഞതാണ് സ്വമേധയാ കേസ് അന്വേഷണം നടത്താൻ വേണ്ടി പറ്റും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കേസുകളിൽ ഒന്നും തന്നെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പറ്റില്ല, എല്ലാം തന്നെ ശുപാർശ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നന്നായിട്ട് പഠിക്കുക. മാക്സിമം ഓരോ ടോപ്പിക്കും പഠിക്കുമ്പോൾ ആ ടോപ്പിക്കുമായിട്ട് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സ്വയം ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് കൂടെ ശ്രമിക്കാം. മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.